ഇന്ന് നമ്മൾ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഓക്കെ, ഒരു സെക്കൻഡ് മൊഡ്യൂളാണ്. അപ്പം നമ്മളിതുവരെ പഠിച്ചതൊക്കെ പ്രോപ്പർ ഇൻ്റഗ്രൽസ് ആണ്. അതായത് നമുക്ക് ഡയറക്റ്റ് ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റാത്ത ഇൻ്റഗ്രൽസിനാണ് നമ്മൾ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. ഡെഫിനിഷൻ നോക്കുക. ദ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈസ് കോൾഡ് എൻ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഇഫ് എ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ബി ഈക്വൽ ടു ഇൻഫിനിറ്റി ഓർ ബോത്ത്. അതായത് ഒന്നുകിൽ ലോവർ ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി, അല്ലെങ്കിൽ അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി, അല്ലെങ്കിൽ രണ്ടും എന്താണ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, ആ ഒരു ഫോമിലാണ് വരുന്നത് എങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റൂല. അങ്ങനെയുള്ള ഇൻ്റഗ്രലിനെയാണ് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്. എഫ് ഓഫ് എക്സ് ഈസ് അൺബൗണ്ടഡ് അറ്റ് വൺ ഓർ മോർ പോയിൻറ്റ്സ് ഓഫ് ക്ലോസ്ഡ് എ ബി. അതായത് ഒരു എക്സാമ്പിൾ നോക്കാതെ, ഈ എക്സാമ്പിൾ നോക്കി നിങ്ങൾ ക്ലിയർ. ഇൻ്റഗ്രൽ 1 to 4 1/x-2 dx. 1 to 4 1/x-2 എന്ന് പറഞ്ഞാൽ 2ൽ ഇത് ഡിഫൈൻഡ് ആണോ? ഇത് ബൗണ്ടഡ് ആണോ? 2ൽ ഈ ഒരു ഇൻ്റഗ്രൽ അൺബൗണ്ടഡ് ആണ്, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ അൺബൗണ്ടഡ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻ്റഗ്രൽസിനെയും ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ എന്ന് പറയാം. അപ്പോൾ ഒരു ഇൻ്റഗ്രൽ ഇംപ്രോപ്പർ ആവണമെങ്കിൽ ഒന്നുകിൽ ലോവർ ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി, അല്ലെങ്കിൽ അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി, അല്ലെങ്കിൽ രണ്ടും ഇൻഫിനിറ്റി. ദെൻ സെക്കൻഡ് കണ്ടീഷൻ, ഫംഗ്ഷൻ തന്നിട്ടുള്ള ഇൻ്റർവെല്ലിൽ അൺബൗണ്ടഡ് ആവുക. ഒരു എക്സാമ്പിൾ നോക്കി, ഇതൊരു ഇംപ്രോപ്പറാണ്, മൈനസ് ഇൻഫിനിറ്റി, ഇതൊരു ഇംപ്രോപ്പറാണ്. ഇത് രണ്ടും ഇൻഫിനിറ്റി ആയിട്ടാണ് വരുന്നത്, മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, ഇതും ഇംപ്രോപ്പറാണ്. ഇത് അൺബൗണ്ടഡ് ആണ് ഫംഗ്ഷൻ. അപ്പോൾ ഇതൊരു ഇംപ്രോപ്പർ ഇൻ്റഗ്രലാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കുക. ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ് ഓഫ് ദി ഫസ്റ്റ് കൈൻഡ് അല്ലെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ അൺബൗണ്ടഡ് ഇൻ്റർവെൽ എന്താണ്? ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡ് എന്താണ്? ദ ഇൻ്റഗ്രൽസ് കറസ്പോണ്ടിങ് ടു ഇക്വേഷൻ 1. അതായത് നമ്മളിവിടെ ഫസ്റ്റ് കണ്ടീഷൻ പറഞ്ഞില്ലേ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻ്റഗ്രൽസിന് നമ്മൾ പറയും ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് ദ ഫസ്റ്റ് കൈൻഡ് എന്ന്, അല്ലെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ അൺബൗണ്ടഡ് ഇൻ്റർവെൽ. ഇനി സെക്കൻഡ് കണ്ടീഷൻ പറഞ്ഞല്ലോ, ഫംഗ്ഷൻ അൺബൗണ്ടഡ് ആവുക തന്നിട്ടുള്ള ഇൻ്റർവെല്ലിൽ നിന്ന്. അങ്ങനെയുള്ള ആ ഒരു ഇൻ്റഗ്രൽ നമ്മൾ പറയും ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് കൈൻഡാണ്, അല്ലെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ അൺബൗണ്ടഡ് ഫംഗ്ഷൻ. ഇനി സെക്കൻഡും ഫസ്റ്റും കണ്ടീഷൻ എഗ്രി ചെയ്യുന്ന ഇൻ്റഗ്രൽസിനെ പറയാം ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് തേർഡ് കൈൻഡാണിത്, ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് തേർഡ് കൈൻഡ്. ഞാൻ കുറച്ച് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇത് ഫസ്റ്റ് കൈൻഡ് സെക്കൻഡ് കൈൻഡ് എന്നൊക്കെ നോക്കുക. 1 to ∞ log x/x². ഇത് ഫസ്റ്റ് കൈൻഡ്, നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അല്ലേ. ഇത് നോക്കൂ, 0 to 4 dx/x-3. ഇത് 3ൽ ഡിഫൈൻഡ് ആണോ, ബൗണ്ടഡ് ആണോ? അല്ല. അപ്പോൾ ഇത് സെക്കൻഡ് കൈൻഡ് ആണ്. നെക്സ്റ്റ് നോക്കുക, 0 to ∞ e⁻x/x-2. ഇത് ഫസ്റ്റ് കൈൻഡും ആണ്, അതേപോലെ സെക്കൻഡ് കൈൻഡും ആണ്. അതുകൊണ്ട് രണ്ട് കണ്ടീഷനും എഗ്രി ചെയ്യുന്നത് കൊണ്ട് ഇത് തേർഡ് കൈൻഡാണെന്ന് നമുക്ക് പറയാം. കാരണം x = 2ൽ ഇത് അൺബൗണ്ടഡ് ആണ്. ഓക്കെ, ഒരു ലിമിറ്റ് ഇൻഫിനിറ്റി വരുന്നുണ്ട്, അപ്പോൾ അത് തേർഡ് കൈൻഡാണ്. നെക്സ്റ്റ് നോക്കുക, 0 to 1 sin x/x dx. ഇതൊരു പ്രോപ്പർ ഇൻ്റഗ്രലാണ്. ഇതിൻ്റെ വാല്യൂ നമുക്കറിയാം 1 ആണ് എന്നുള്ളത്. ലിമിറ്റ് x → 0 sin x/x 1 ആണ്. അപ്പോൾ 0 to 1 നമ്മൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്താൽ ഇത് ആൻസർ 1 കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ് വാല്യൂ കാണാൻ പറ്റുന്നത്, അതൊരു പ്രോപ്പർ ഇൻ്റഗ്രലാണ്. ഓക്കെ, നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംപ്രോപ്പർ ഇൻ്റഗ്രലാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഡെഫിനിഷൻസ് നോക്കുക. ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാമെന്നാണ് പഠിക്കുന്നത്. സപ്പോസ് ദാറ്റ് ഫോർ എ ഫിക്സഡ് എഫ് ഈസ് ഇൻറ്റഗ്രബിൾ ഓൺ എ ക്ലോസ്ഡ് എ ബി ഫോർ ഓൾ ബി ഗ്രേറ്റർ ദാൻ എ. Then we define a to ∞ f of x dx equal to limit b tends to infinity integral a to b f of x dx. അതായത് a to ∞ f of x dx എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഇൻഫിനിറ്റി എവിടെയാണോ ഉള്ളത്, ഓക്കെ, അവിടെ ബി പുട്ട് ചെയ്തു, എന്നിട്ട് ബി ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്തു, എന്നിട്ട് ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് b tends to infinity a to b f of x dx. ഇനി ഈ ലിമിറ്റിലെ ഈ റൈറ്റ് സൈഡിലുള്ള ലിമിറ്റ് നമുക്ക് കൺവേർജൻ്റാന്ന് പറയണമെങ്കിൽ ഇതൊരു ഫൈനൈറ്റ് വാല്യൂ ആവണം. ഇതൊരു ഫൈനൈറ്റ് വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഇൻ്റഗ്രൽ കൺവേർജൻ്റ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ദെൻ ഡൈവേർജൻ്റ് ആവുക എപ്പോഴാണ്? ഈ ചെയ്ത് കിട്ടുന്ന ലിമിറ്റ് ഇൻഫൈനൈറ്റിലേക്ക് ടെൻഡ് ചെയ്യാണ്, അല്ലെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഈ ഒരു ഇൻ്റഗ്രൽ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ നമുക്ക് ഡൈവേർജൻ്റ് ആണെന്ന് പറയാം.
നിങ്ങളെ ക്വസ്റ്റ്യനിൽ ചോദിക്കും കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ എന്ന്. അപ്പോൾ ഈ ഒരു ടൈപ്പാണ് വന്നതെങ്കിൽ അത് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ ഈ പാർട്ടിന് ബി കൊടുക്കുക, ബി ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്തിട്ട് ലിമിറ്റ് ഇട്ട് കൊടുത്താൽ മതി. ഇനി -∞ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടത്? ലിമിറ്റ് എ ടെൻസ് ടു -∞ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഈ ഒരു ലിമിറ്റിൻ്റെ വാല്യൂ ഫൈനൈറ്റ് ആണെങ്കിൽ ഇത് കൺവേർജൻ്റ് ആണ്. ഇനി ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ, ഇത് ഇൻഫിനിറ്റി ആണെങ്കിൽ ഇൻ്റഗ്രൽ എന്താ? ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഡൈവേർജൻ്റ് ആണെന്ന് പറയാം. ഇനി ഈ ഒരു ടൈപ്പ് തേർഡ് കൈൻഡ് ഉണ്ടല്ലോ, -∞ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ്, ഇത് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. -∞ ടു 0 എഫ് ഓഫ് എക്സ് ഡി എക്സ്, 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഈ ടൈപ്പ് വന്നാൽ നമുക്ക് ചെയ്യാനറിയാം, ലിമിറ്റ് കൊടുക്കാനറിയാം. ഇത് വന്നാൽ ലിമിറ്റ് കൊടുക്കാനറിയാം. അപ്പോൾ -∞ ടു ഇൻഫിനിറ്റി ആണെങ്കിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ട് വേണം ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ. കിട്ടുന്ന വാല്യൂ ഫൈനൈറ്റ് ആണെങ്കിൽ ആ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ കൺവേർജൻറ്റും, ഇൻഫിനിറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ ആ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഡൈവേർജൻറ്റുമാണ്. അപ്പോൾ ഈ 3 ഡെഫിനിഷൻ ഓർത്തിരിക്കുക. ഇത് 3ആണ് നമുക്ക് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടത്. ഫസ്റ്റ് പ്രോബ്ലം നോക്കുക. ഇവാലുവേറ്റ് ദി ഫോളോയിങ് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ്. 1 ടു ഇൻഫിനിറ്റി 1/x² dx. നിങ്ങൾക്കൊരു ഇൻ്റഗ്രൽ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഇംപ്രോപ്പർ ആണോ പ്രോപ്പർ ആണോ എന്ന്, അല്ലേ? ഒന്നുകിൽ a -∞ ആവും, അല്ലെങ്കിൽ b ഇൻഫിനിറ്റി ആവും, അല്ലെങ്കിൽ രണ്ടും ഇൻഫിനിറ്റി ആവും. അപ്പോൾ ഒരു ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ തന്നിട്ടുണ്ട്. ഇത് ഇവാലുവേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ പറഞ്ഞു എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. 1 ടു ഇൻഫിനിറ്റി 1/x² dx എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ബി ആയിട്ട് എടുക്കുക, a ടു b ആണല്ലോ. അപ്പോൾ ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ 1 ടു b 1/x² dx. ഇതാണ് ഡെഫിനിഷൻ. ലിമിറ്റ് അവിടെ തന്നെ വെച്ചു. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ 1/x² x⁻² dx ആവുമല്ലോ. x⁻n എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം? x⁻n+1 ഡിവൈഡഡ് ബൈ n+1. 1 ടു b ലിമിറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി ഇതെന്തായിട്ട് മാറും? x⁻1 ഡിവൈഡഡ് ബൈ -1. മൈനസ് ഇങ്ങോട്ട് എടുത്താൽ x⁻1 -1/x ഇതിനെ ചേഞ്ച് ചെയ്ത് എഴുതാമല്ലോ. 1 ടു b ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി മൈനസ് ഓഫ് അപ്പർ ലിമിറ്റ് കൊടുത്താൽ 1/b മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്താൽ 1. ഇത് -1/b -1 ഈ നെഗറ്റീവ് ഒഴിവാക്കാൻ ഇതിനെ അങ്ങ് തിരിച്ചിട്ടാൽ മതി. 1 - 1/b. ഇനി b ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ 1/∞. b ഇത് ഇൻഫിനിറ്റിയിലേക്ക് പോവുക. 1/∞ എന്ന് പറഞ്ഞാൽ എന്താ? 0 അല്ലേ? നമുക്കറിഞ്ഞൂടെ എന്താ? 1/0 ഇൻഫിനിറ്റിയാ. അപ്പോൾ 1/∞ ഈക്വൽ ടു 0 അപ്പം ആകെ ആൻസർ എന്താ ഉണ്ടാകുക? ഇംപ്രോപ്പർ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ ഇത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു ഈ ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട്. നമ്മളെപ്പോഴും ഇതാ ഉപയോഗിക്കുന്നത്. ഇനി നിങ്ങൾ നോക്ക്, ഇത് കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ? ഈ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ കൺവേർജൻ്റ് ആണ്, കാരണം നമ്മളൊരു ഫൈനൈറ്റ് വാല്യൂ കിട്ടുന്നുണ്ട്. ഇവിടെ അത് ചോദിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. നെക്സ്റ്റ് പ്രോബ്ലം നോക്കുക. 1 ടു ഇൻഫിനിറ്റി log x/x² dx അല്ലേ? ആദ്യം നമ്മൾ ഡെഫിനിഷൻ യൂസ് ചെയ്യുക. ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി 1 ടു b log x/x² dx. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അറിയണേ. ഫംഗ്ഷൻ മാറുന്നതിനനുസരിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അറിയണം. ഇവിടെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്യണം. ഫംഗ്ഷൻസ് ഏതൊക്കെയാണ്? log xഉം 1/x² അല്ലേ? എങ്ങനെയാണ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്? എന്താ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ dx. അതാണ് ആ പാർട്സ് ഫോർമുല. അതാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ലിമിറ്റ് അവിടെ തന്നെ വെച്ചു. ഫസ്റ്റ് ഫംഗ്ഷൻ log x, ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ 1/x² മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ log xൻ്റെ ഡെറിവേറ്റീവ് 1/x ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ dx 1 ടു b. ദെൻ ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി log x ഇൻറ്റു 1/x² നമ്മളിപ്പോൾ തൊട്ട് പുറകിലത്തെ ക്വസ്റ്റ്യനിൽ ചെയ്തു. ഇൻ്റഗ്രേറ്റ് ചെയ്താൽ -1/x ആണ്. വീണ്ടും ഞാൻ സ്റ്റെപ്പുകൾ എഴുതുന്നില്ലേ. -1 ടു b 1/x ഇൻറ്റു ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ -1/x dx 1 ടു b. ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി ഇതിനെ കമ്പൈൻ ചെയ്ത് -log x ഇൻറ്റു 1/x 1 ടു b ലിമിറ്റ് അങ്ങ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ നെഗറ്റീവും പ്ലസ് ആയി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു 1/x² അല്ലേ വീണ്ടും ഉള്ളൂ. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ -1/x തന്നെ 1 ടു b. ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പർ ലിമിറ്റ് b അല്ലേ. അപ്പോൾ -log b/b. ലോവർ ലിമിറ്റ് 1 ആണ്. log 1 0 അല്ലേ. അപ്പോൾ ഈ ടേം മൊത്തം 0 ആയിപ്പോവും. ഇതവിടെ കഴിഞ്ഞ് ഇതല്ലേ ഉള്ളത്. അപ്പർ ലിമിറ്റ് -1/b മൈനസ് ലോവർ ലിമിറ്റ് 1. ഓക്കെ,
ഇവിടെ പ്ലസ് ആവുമേ, കാരണം ഓൾറെഡി ഒരു നെഗറ്റീവ് ഉണ്ട്, -(-1) ആണല്ലോ. ദെൻ ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി -log b/b -1/b +1. ദെൻ നോക്കുക, ഇത് ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? ഇവിടെ b ടെൻസ് ടു ഇൻഫിനിറ്റി നിങ്ങൾ കൊടുത്തു നോക്ക്. b ഇൻഫിനിറ്റിയിലേക്ക് കൊടുക്കത്ത് കഴിയുന്ന സമയത്ത് ഈ ടേം 0 ആവും, ഇവിടെ 1 ഉണ്ട്. ഇതെന്തായിട്ട് മാറും? ലോഗ് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം ആവും അല്ലേ? ലോഗ് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി എന്നാൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം ആയിട്ട് മാറും. ഓക്കെ, ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം ആയി കഴിഞ്ഞാൽ നമുക്കറിയാം എൽ-ഹോപ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാം. നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്, അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട്. മൈനസ് ഞാൻ പുറത്ത് വെച്ചു. ലോഗ് ബീൻ്റെ ഡെറിവേറ്റീവ് 1/b, ബിയുടെ ഡെറിവേറ്റീവ് 1 പ്ലസ് ഇവിടെ 1 മാത്രം. ഇനി ബി ഇൻഫിനിറ്റിയിലേക്ക് പോയാൽ ഇതെന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അപ്പോൾ ആകെ 0 + 1 മൈനസ് ഉണ്ട്. അപ്പോൾ എന്തായാലും എത്രയേ ഉണ്ടാവുള്ളൂ? 1. അപ്പോൾ ഈ ലിമിറ്റിൻ്റെ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ 1 ആണ്. Therefore, the given improper integral is convergent. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് മാത്രമാണ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാനുള്ളൂ. നോക്കുക, ടെസ്റ്റ് ദ ഫോളോയിങ് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ് ഫോർ കൺവേർജൻസ്. കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. -∞ to 0 dx/1 - 3x² അല്ലേ? അപ്പോൾ നമ്മളെ ഡെഫിനിഷൻ യൂസ് ചെയ്യാം. ഇവിടെ a ആണ് -∞ ടെൻഡ് ചെയ്യേണ്ടത്. ലിമിറ്റ് a ടെൻസ് ടു -∞ ഇൻ്റഗ്രൽ a to 0 1/1 - 3x² dx. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഡയറക്റ്റ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റൂല, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. 1 - 3x u കൊടുത്താൽ -3 dx = du. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു യുവിലാണ് ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് കിട്ടുക, -3 dx ഡിവൈഡഡ് ബൈ du = 1 -3 dx = du. ഓക്കെ, അപ്പോൾ dx = du ബൈ -3. ഇനി ഇത് വീണ്ടും എടുത്തെഴുതുക. -∞ to 0 1/1 - 3x² dx = ലിമിറ്റ് a ടെൻസ് ടു -∞ a to 0. ഇതിന് u അല്ലേ കൊടുത്തത്, അപ്പോൾ 1/u². ഇതാ u കൊടുത്ത് 1/u² ഇൻറ്റു dxന് പകരം du ബൈ -1/3 -3 1/3 അല്ല -3 -1/3 ഔട്ട് സൈഡ് വെച്ച് ബാക്കി ആരൊക്കെയുള്ള ലിമിറ്റ് a ടെൻസ് ടു -∞1/u² അല്ലേ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ? 1/x² ഇൻ്റഗ്രേറ്റ് ചെയ്താൽ -1/x, അപ്പോൾ -1/u a to 0 -1/3 ഇൻറ്റു ലിമിറ്റ് a ടെൻസ് ടു ഇൻഫിനിറ്റി -1/u എന്ന് പറഞ്ഞാൽ ആരാ? 1 - 3x a to 0. അപ്പർ ലിമിറ്റ് 0 കൊടുത്താൽ എന്താവും? ഇവിടെ ഈ ടേം 0 ആവും. -1/1 അല്ല, നെഗറ്റീവ് ഔട്ട് സൈഡ് പോയിട്ടുണ്ട്, അപ്പോൾ ഒരു 1 ഉണ്ടാവും. ഈ നെഗറ്റീവും പോസിറ്റീവ്, ബാക്കി 1. ലോവർ ലിമിറ്റ് കൊടുത്താൽ -1/1 - 3 എന്ന് കിട്ടും. ഇനി a ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ ഇതങ്ങ് എന്തായി പോകും? 0 ആയിപ്പോൾ. അപ്പം 1/3 ഉണ്ടാവുക. ഒരു ഫൈനൈറ്റ് അല്ലേ, നമുക്ക് കിട്ടിയ ലിമിറ്റ് വാല്യൂ ഫൈനൈറ്റ് ആണ്. Therefore, the given improper integral is convergent. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം നോക്കുക. -∞ to 0 cos hx dx. അപ്പം ഇത് കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ ചെക്ക് ചെയ്യണമെങ്കിൽ ആദ്യം ആ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണം. -∞ to 0 cos hx dx = ലിമിറ്റ് a ടെൻസ് ടു -∞ ഇൻ്റഗ്രൽ a to 0 cos hx dx. ലിമിറ്റ് a ടെൻസ് ടു -∞. cos hxൻ്റെ ഇൻ്റഗ്രൽ എന്താ? sin hx a to 0. ഓക്കെ, ലിമിറ്റ് a ടെൻസ് ടു -∞. അപ്പർ ലിമിറ്റ് sin h0 മൈനസ് ലോവർ ലിമിറ്റ് sin ha. ലിമിറ്റ് a ടെൻസ് ടു -∞. sin h0 0. sin h ൻ്റെ ഡെഫിനിഷൻ എന്താ? നമ്മൾ ഹൈപ്പർബോളിക് പഠിച്ചില്ലേ? e⁻a -a/-a/2. അപ്പം ഇത് 0. ബാക്കി എന്താ ഉണ്ടാകും? ലിമിറ്റ് കൊടുത്താൽ -e⁻∞ -e⁻∞ ആവും /2. e⁻∞ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയാണ്. e⁻∞ എന്ന് പറഞ്ഞാൽ 1/e∞ അല്ലേ? 1/∞ 0 ആയി കിട്ടുക. അപ്പോൾ ഫസ്റ്റ് വാല്യൂ 0, e⁻∞ വാല്യൂ ഇൻഫിനിറ്റി /2 അല്ലേ? 0 - ∞/2 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിൻ്റെ അകത്തുനിന്ന് ഒരു നമ്പർ മൈനസ് ചെയ്താൽ ആഡ് ചെയ്താൽ ഒക്കെ എന്തുതന്നെയാണ് ഉണ്ടാവുക? ഇൻഫിനിറ്റിയാണ്. Therefore, this improper integral is divergent. കാരണം എന്താ? ലിമിറ്റ് കിട്ടിയ ലിമിറ്റ് എന്താണ്? ഇൻഫിനിറ്റ് ആണ്.
For the given improper integral is divergent.